മലപ്പുറത്ത് ഞായറാഴ്ച വീട്ടിൽ പ്രസവത്തിനിടെ ഭാര്യ മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ് ഇപ്പോൾ. 35-കാരിയായ അസ്മ വീട്ടിൽ വെച്ച് 5ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെയാണ് മരിച്ചിരിക്കുന്നത്. നവജാത ശിശു ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതിക്കെതിരെ നരഹത്യ, തെളിവുകൾ നശിപ്പിക്കൽ കുറ്റങ്ങളും ചുമത്തിക്കഴിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 4 ദിവസമാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. മടവൂർ ഗഫീല എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന സിറാജുദ്ദീൻ അസ്മയുടെ മൃതദേഹം അവരുടെ ജന്മനാടായ എറണാകുളത്തെ പെരുമ്പാവൂരിൽ രഹസ്യമായി സംസ്കരിക്കാൻ ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്നു. പ്രസവ സമയത്ത് ആധുനിക വൈദ്യ ചികിത്സയെ വിമർശിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നിരവധി വീഡിയോകൾ അദ്ദേഹത്തിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തതായി അധികൃതർ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതേസമയം വീട്ടിലെ പ്രസവങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിക്കുന്നതിനെ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജും വളരെ വ്യക്തമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ രീതികളിലൂടെയുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാവുകയാണ്. അതിനാൽ പൊതുജനാരോഗ്യ നിയമത്തിനെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വീണ ജോർജ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗത്തിലാണ് വീണ ജോർജ് ഇത് വ്യക്തമാക്കിയത്. വൈദ്യ ചികിത്സ നിഷേധിക്കുന്നത് തന്നെ ക്രിമിനൽ കുറ്റമാണെന്നും അവർ ഊന്നി പറയുന്നു. യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തെറ്റായ ആരോഗ്യ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തെറ്റായ വിവരങ്ങളുടെ അപകടങ്ങൾ എടുത്തു കാണിച്ച അവർ വീട്ടിൽ പ്രസവിക്കുന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്നത് കുറ്റകരമാണെന്ന് എടുത്തു പറയുകയും ചെയ്തു. കേരളത്തിൽ പ്രതിവർഷം 400ഓളം പ്രസവങ്ങൾ വീട്ടിൽ നടക്കുന്നുണ്ടെന്നും കൂടുതലും അതിഥി തൊഴിലാളികൾക്കിടയിലും ആദിവാസി മേഖലയിലുമാണെന്നും മന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. ഈ വർഷം ആകെ 2 ലക്ഷത്തോളം പ്രസവങ്ങൾ നടന്നു. അതിൽ 382 എണ്ണം വീട്ടിൽ വെച്ചാണ് നടക്കുന്നത്, അവർ വ്യക്തമാക്കി. ഈ പ്രവണതയ്ക്ക് പിന്നിലെ കാരണം സംസ്ഥാനം അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു.